ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി വർദ്ധിക്കാൻ സഹായകമായ ചില ദൈവവചന രഹസ്യങ്ങളാണ്, സത്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 25-ാം സങ്കീർത്തനമാണ്. ഈ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ധാരാളം ആത്മീക ചിന്തകൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ട്. തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി തൻ്റെ ഭക്തന്മാരെ ദൈവം അറിയിക്കുന്നു. അപ്പോൾ ഒരു ഭക്തനായി ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ കരവലയത്തിൻ്റെ അകത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കും. നമ്മളെ ഓരോ ദിവസവും അവിടുന്ന് കരം പിടിച്ച് മുമ്പോട്ട് നടത്തും. 25-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദീർഘമായ ഒരു സങ്കീർത്തനമാണ്. ദയവായിട്ട് നിങ്ങൾ ഒരു വേദപുസ്തകം നിങ്ങളുടെ കൈകളിൽ എടുക്കുക. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ അധ്യായം വായിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വഴി പഠിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനും ദൈവസന്നിധിയിൽ താണിരിക്കുന്ന ദൈവഭക്തനായ ദാവീദിനെയാണ്. പക്ഷെ എന്നെ ആ സങ്കീർത്തനം അത്ഭുതപ്പെടുത്തിയത് ഭയങ്കര കഷ്ടതയ്ക്കകത്താണ് അദ്ദേഹം ആയിരിക്കുന്നത്. കാരണം ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ, അതായത് 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഞാൻ അരിഷ്ടനം ആണ്, അതിവേദനയുണ്ട് എന്നൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായ കഷ്ടതയിലൂടെ ഈ ഒരു ദൈവഭക്തൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ആ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ തൻ്റെ കഷ്ടതകൾ ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ ഒരു 25-ാം സങ്കീർത്തനമാകുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. ഇല്ലേ, നമ്മൾ സാധാരണ ദൈവസന്നിധിയിലൊക്കെ പല സമയങ്ങളിൽ ഓടി വരുമ്പോൾ ആദ്യം കർത്താവേ എനിക്ക് ആ വേദനയാണ്, ഈ വേദനയാണ്, ഈ കഷ്ടതയാണ്, ആ കഷ്ടതയാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കുണ്ടാകേണ്ടുന്ന ചില തിരിച്ചറിവുകൾ ഇവിടെ ഇദ്ദേഹം എല്ലാ കഷ്ടതകളും വേദനകളും ഏറ്റവും ഒടുവിലത്തേക്ക് വെച്ചിട്ട് ദൈവം മുമ്പിൽ ഏറ്റവും ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ മനസ്സ് ഒരുക്കുന്നു, ഞാൻ എൻ്റെ മനസ്സ് ഉയർത്തുന്നു. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഞാൻ എൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് ഉയർത്തുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ശരിക്കും തൻ്റെ കഷ്ടതകളെ എല്ലാം താൻ മറന്നുകൊണ്ട് അതിനെയെല്ലാം ഏറ്റവും ഒടുവിലത്തേക്ക് മാറ്റിയിട്ട് ആദ്യം ദൈവസന്നിധിയിലെ ഒരു ഒരുക്കമാണ്. 1 മുതൽ 6 വരെയുള്ള ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. ഞാനത് പറയുന്നില്ല. അവിടെ ദൈവമുമ്പിലുള്ള തൻ്റെ സമർപ്പണവും തൻ്റെ ഒരുക്കവും നമുക്ക് കാണാനായിട്ട് പറ്റും. 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാല്യത്തിലെ പാപങ്ങൾ, ലംഘനങ്ങൾ അടക്കം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു ഏറ്റുപറച്ചിലും നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഈ ദാവീദിലും ശലോമോനിലും ഞാൻ കണ്ടൊരു വ്യത്യാസം എന്താണെന്നറിയുമോ? ശലോമോന് ദൈവം ജ്ഞാനവും വിവേകവും ഒക്കെ കൊടുത്തു. പക്ഷെ ആ ജ്ഞാനവും വിവേകവും കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടോന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ വലിയ പരാജയങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തെറ്റുകളും വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം മുമ്പിൽ ഇരിക്കുന്ന ഒരു നല്ല ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞൊരു ദൈവമനുഷ്യനാണ്. അപ്പം ഈ ഒരു തലമുറയിലും ഞാൻ ആരോട് എവിടെ സംസാരിച്ചാലും, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ മെസ്സേജുകളിലാണെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയുന്നത്, നമുക്കൊരു നല്ല ഹൃദയം ദൈവസന്നിധിയിൽ ഉണ്ടാകണം. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അവിടുത്തോട് കൂടെ വസിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയം എല്ലാം ഉണ്ടായിരിക്കണം. ഈ അനുഗ്രഹിക്ക്, സഹായിക്ക്, വിടുവിക്ക്, എനിക്കത് താ, എനിക്കിത് താ, എൻ്റെ കഷ്ടതകൾ മാറ്റ്, എൻ്റെ പ്രയാസങ്ങൾ മാറ്റ്, ഇങ്ങനെ നമ്മളിങ്ങനെ തരാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കാതെ നമുക്കെന്താണ് കൊടുക്കാനുള്ളത്? ഇല്ലേ, ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ ഈ മൺവെട്ടി വിശ്വാസികളെ പോലെ ആകാറുണ്ട്. ഇല്ലേ, മൺവെട്ടി, പച്ച മലയാളത്തിൽ പറഞ്ഞ തൂമ്പ വിശ്വാസികൾ. എന്താണ് ഈ മൺവെട്ടിയുടെ പ്രത്യേകത? ഈ മൺവെട്ടി എന്ന് പറയുന്നത് എപ്പോഴും മുന്നിൽ കിടക്കുന്നത് കാൽച്ചുവടുകളിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ മൺവെട്ടി അപൂർവമായി മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. കാരണം ദൂരെ കിടക്കുന്ന മണ്ണാണെങ്കിലും വെട്ടി വലിച്ച് നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്.
പല സമയത്തും ഈ ഒരു മൺവെട്ടിയുടെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവം. എൻ്റെ സ്വഭാവം അടക്കം ഞാൻ പറയുകയാണ്. ചില സമയങ്ങളിൽ സത്യമല്ലേ ദൈവമക്കളെ, നമ്മൾക്ക് ദൂരെ കിടക്കുന്നത് പലതും വെട്ടി നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഞാൻ പറയാം, നമ്മളുടെ ചില ചിന്താഗതികൾക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ എന്ത് കിട്ടും എന്നുള്ളതല്ല. ഞാൻ 10-14-15 വർഷമായിട്ട് ഈ കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തത ധാരാളം മേഖലകളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അത് പറഞ്ഞാൽ തീരത്തില്ല. ദൈവത്തിന് തുല്യമായി ദൈവം മാത്രമേ ഉള്ളൂ. അതിന് പകരം വെക്കാൻ ആരെയും കിട്ടത്തില്ല, ആരെ കൊണ്ട് പറ്റത്തുമില്ല. അപ്പം ഒരിക്കലും നമ്മളെ ചതിച്ച്, നമ്മളെ വഞ്ചിച്ച്, നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മളെ കരുതുന്ന ദൈവമാണ്, പുലർത്തുന്ന ദൈവമാണ്. ഓരോ ദിവസവും തൻ്റെ ചിറകടിയിൽ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ദൈവമാണ്. അതെല്ലാം സത്യമാണ്. അതെല്ലാം അവിടുത്തെ വിശ്വസ്തതയ്ക്കകത്ത് നിന്നുകൊണ്ട് അവിടുന്ന് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ സൃഷ്ടാവാം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ ആ സൃഷ്ടിയിൽ നിന്ന്, നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയുമോ? മറ്റൊന്നുമല്ല. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഒരുക്കപ്പെടുക. അപ്പൊ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മനസ്സിനെ എത്ര വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ദാവീദ് എന്നറിയാമോ? ഇന്നും അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ നിലകൊള്ളുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു മെസ്സേജ് നിങ്ങളോട് പറയാം. ഈ ഭയങ്കര സൂപ്പർ ഹിറ്റായ പാട്ടുകളുണ്ടല്ലേ, ക്രിസ്ത്യൻ സോങ്സ് പോലും, കുറെ കഴിയുമ്പം അതെല്ലാം പോയി. പിന്നെ അടുത്ത ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ പണ്ടത്തെ ചില പഴയ പാട്ടുകളുണ്ട്, ആ പാട്ടുകളുടെ ആ ഒരു മധുരം ഇന്നും പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ ഞാൻ കണ്ടൊരു ഗുണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ യഥാർത്ഥമായി ഒരു ദൈവികതയുണ്ടായിരുന്നു. ഈ മനസ്സിൻ്റെ അകത്തുനിന്ന് ഉയർന്നു വന്ന വാചകങ്ങളാണ് പ്രാർത്ഥനകളായി മാറുന്നത്. അപ്പം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. മനസ്സുയർത്തുന്നു, ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരുന്നു. ഒരു സമർപ്പണത്തോടെ, ഒരു ദൈവഭക്തനായി തീരാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ദൈവം മുമ്പിലേക്ക് പോകാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് 7 മുതലുള്ള ഭാഗങ്ങളാണ്. 7-ാമത്തെ വാക്യം തൻ്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നു. ബാല്യത്തിലെ പാപങ്ങൾ, ലംഘനങ്ങൾ. കാരണം ദാവീദിന് എപ്പോഴും അറിയാമായിരുന്നു ദൈവം പാപത്തെ വെറുക്കുന്നു. അവിടുന്ന് പാപിയെ സ്നേഹിക്കുന്നു, പക്ഷെ പാപത്തെ അവിടുന്ന് വെറുക്കുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ദൈവസന്നിധിയിൽ അതെ തടസ്സമായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നിത്യജീവിതത്തിലും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാനും ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കാനും അത് ആവർത്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും തക്കവണ്ണം കർത്താവ് നമുക്കിടയായി തീരട്ടെ. അടുത്തത് 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഭയങ്കരമായ ആത്മീക രഹസ്യങ്ങളുടെ കലവറയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? ഭയങ്കരമായ ആത്മീക രഹസ്യങ്ങളുടെ ഉള്ളടക്കമാണ് 9 മുതൽ 14 വരെയുള്ള ആ 5 വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുന്നത് സൗമ്യതയുള്ളവരെ അവിടുന്ന് ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവരെ അവിടുന്ന് നേർവഴി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവസന്നിധിയിൽ സൗമ്യരായി തീരുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കേ, ഇസ്രായേലിന്റെ നേതൃനിരയിൽ നിന്നൊരു വ്യക്തിയാണ് മോശ. ഈ മോശയെ ദൈവം 40 വർഷം ഒരുക്കി ക്ഷമ പഠിപ്പിച്ചു, പേഷ്യൻസ് പഠിപ്പിച്ചു. ശരിക്കും ആടുകളുടെ കൂടെ നടന്നു. ഈ ആടുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആടുകൾക്ക് ഭയങ്കരമായ ദുർഗന്ധമാണെന്നാണ് പറയുന്നത്. ഈ 10-40 കൊല്ലം ഈ ആടിന്റെ കൂടെ നടന്ന് ഇതിന്റെ ദുർഗന്ധമെല്ലാം അടിച്ച് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒടഞ്ഞ് തകർന്ന് ദൈവം തന്നെ പണിതെടുത്തു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിലേക്കും അതിസൗമ്യതയുള്ള മനുഷ്യനായി ആ മോശ മാറി എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, പാപികളെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. നികളത്തെയും നികളികളെയും ദൈവം വെറുക്കുന്നു. നമുക്കൊന്ന് സൗമ്യതയുള്ളവരായി മാറാം. എങ്ങനെ സൗമ്യതയുള്ളവരായി മാറാം? ദൈവസന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും സമർപ്പണത്തോടും ഒരു ദൈവം മുമ്പിൽ താഴ്ത്തി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകാം. സൗമ്യതയുള്ളവരെ അവിടുത്തെ പാതയിൽ നടത്തുന്നു, നേരായ വഴികളിൽ നടക്കുന്നു.
വലിയ ഇളക്കപ്പെരുക്കവും ബഹളവും വലിയ എടുത്തിചാട്ടവും ഇതുകൊണ്ടൊന്നും നമുക്ക് ദൈവത്തിൻ്റെ വഴി കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വഴി എപ്പോഴാണ് കിട്ടുന്നത്? അവിടുത്തെ പാദപീഠത്തിൻ്റെ അകത്ത് നമ്മൾ താണിരിക്കാൻ തയ്യാറായാൽ, ദൈവം പറയുന്നത് കേൾക്കാനുള്ള ഒരുക്കത്തോടെ അവിടുത്തെ കൈകളിൽ താണിരിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ വഴികളെ, തൻ്റെ പാതകളെ നമ്മളെ അറിയിക്കും. യഹോവ ഭക്തനായ പുരുഷനാര് തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും. നമ്മൾ പോകുന്ന വഴിയുണ്ട്, പോകേണ്ടുന്ന വഴിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി എങ്ങനെ കാണിച്ചു കൊടുക്കും? ദൈവഭക്തന് കാണിച്ചു കൊടുക്കും. ദാവീദ് പറയുകയാണ്, നിന്റെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എന്നെ പഠിപ്പിക്കണമേ, എന്നെ മനസ്സിലാക്കണമേ. എന്നിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഒരു റിയലൈസേഷനിലേക്ക് വന്നു. ദൈവഭക്തനാണോ, വഴി ദൈവം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എങ്ങും ഓടേണ്ടുന്ന കാര്യമില്ല, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങളുടെ ആവശ്യമില്ല. ഒരു ദൈവഭക്തനായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു തരും. ഒരു പിശാചിനും അടയ്ക്കാൻ പറ്റില്ല. ഒരു മന്ത്രവാദത്തിനും ഒരാഭിചാരത്തിനും ഒരാഭിചാരക്കാരനും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ദൈവഭക്തനായവൻ്റെ മുന്നിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വഴിയെ അടയ്ക്കാനായിട്ട് കഴിയത്തില്ലെന്നുള്ള കാര്യം ഞാൻ ഉറപ്പോടെ പറയാം. ഒരു നല്ല ദൈവഭക്തനായി മാറുക, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക, കർത്താവിനോട് കൂടെ ചേർന്നുള്ള നമ്മുടെ ആ ഒരു യാത്ര അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തട്ടെ. അടുത്തത്, അവൻ സുഖത്തോടെ വസിക്കും. ആര്? യഹോവ ഭക്തൻ. നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വഴികളിലൊന്ന് നടന്നേ, നമുക്കൊരു സമാധാനം ഉണ്ടാകും, നമുക്കൊരു ഒരു 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 ആശ്വാസം നമുക്കുണ്ടാകും. സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ഭൂമിയെ കൈവശമാക്കും. അടുത്തത്, യഹോവയുടെ സഖിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകുന്നു. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. വിശ്വാസിയായിട്ടല്ല, ഒരു ഭക്തനായി നമുക്ക് തീരാം. ഞാൻ വീണ്ടും പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരു വിശ്വാസിയായിട്ടല്ല, ചടങ്ങിനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ സഭയുടെ രജിസ്ട്രിയിൽ പേരുള്ളവരായിട്ടല്ല, ഒരു ദൈവഭക്തനായി നമുക്ക് ആയിത്തീരാം. യഹോവയുടെ സഖിത്വം ഇല്ലേ? ദൈവം നമ്മളോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ. എന്നിട്ട് ദാവീദിൻ്റെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ദാവീദിൻ്റെ ഒരു വാചകം എന്താണെന്നറിയാമോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 15-ാമത്തെ വാക്യമാണ്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. എന്തൊരു ദൈവാശ്രയമാണ് നമ്മളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ഞാൻ അതിനെയൊന്നും ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല, വിവരിക്കുന്നില്ല. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് ദാവീദ്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിൽ ഏറ്റവും അധികം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കിങ് ഡേവിഡാണ്, ദാവീദാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഴയ നിയമ ഭക്തന്മാരിൽ എല്ലാവരും നല്ലവരാണെങ്കിലും എനിക്ക് ഈ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, കാരണം എപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തും കർത്താവിനെ സ്നേഹിക്കാനൊരു ഭയങ്കര വാഞ്ച എനിക്കുണ്ട്. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ ഞാൻ ദൈവസന്നിധി പോയി ഇരിക്കും. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ. ഒരുപക്ഷെ എൻ്റെ ബാല്യകാലങ്ങളിൽ ഞാൻ സ്നേഹം കിട്ടാത്ത മേഖലകളിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞതുകൊണ്ടായിരിക്കും. പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, കൂടുതലും ഓവർഫ്ലോയിങ് ലവ് ആണ്, സ്നേഹമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൈവസ്നേഹം അത് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അത് അനുഭവിച്ച ഒരാളായിട്ട് ഞാൻ കണ്ടത് ദാവീദ് തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്ക് ആകുന്നു. പറ്റുമോ ഇങ്ങനെ മുന്നോട്ട് പോകാൻ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ പുറമേയുള്ള കണ്ണുകളല്ല, നമ്മുടെ അകത്തെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിലാണ് കഷ്ടതകളുടെ ലിസ്റ്റ് പറയുന്നത്. മനപ്പീഡകൾ, വേദനകൾ, പ്രയാസങ്ങൾ അതെല്ലാം നിൽക്കുമ്പോഴും അദ്ദേഹം പറയുകയാണ്, എൻ്റെ കണ്ണ് യഹോവയിലേക്കാകുന്നു. ഭയങ്കരമായ ശത്രുക്കളുടെ ബുദ്ധിമുട്ടിൻ്റെ അകത്താണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ തൻ്റെ പിതാക്കന്മാരെ പോലെ അദ്ദേഹം നിദ്ര പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ കഷ്ടതകളൊന്നും തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ അകത്ത് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട്
സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.